ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് പോവാം. അങ്ങനെ ജെനി എന്തെല്ലാം തെറ്റ് ചെയ്തത്, അവൾ കുറേ ബോയ് ഫ്രണ്ട് ഉണ്ട്, കുറേ അങ്ങനെ ഓരോന്ന് തെറ്റെല്ലാം ചെയ്യുന്ന ജെനിൻ്റെ വീഡിയോസ് മൊത്തം ഡേറ്റ് അവിടെ പോകും. നിറയെ ബോയ്സ് കൂടെ ഇത് എല്ലാ വീഡിയോ അഫയറുണ്ട്, അതെല്ലാം ഉണ്ടായിരുന്നു. അതായത് ഹീറോയുടെ ഡാഡിക്ക് ഷോക്കായിരുന്നു. ഇത്ര നല്ല വൃത്തികേടാണോ അതെ ഡാഡ്. അതുമാത്രമല്ല ഡാഡ്, ഇത് നോക്കിക്കോ, ജെനി നിറയെ കാരണം എന്തെല്ലാം ചെയ്ത് ഹീറോയിൻ്റെ ആറമ്മക്ക് ഇത് പറയടാറ്. അത് മാത്രമല്ല ആറമ്മ അവൾ എല്ലാം ഇൻട്രസ്റ്റ് കേട്ട. അത് മാത്രമല്ല ആറമ്മക്ക് ഇത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ആറമ്മയോട് പറഞ്ഞു, ആറമ്മക്ക് ഓക്കെ ഇത് ട്രൈ ചെയ്യാം. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഒക്കെ പറയാൻ ഹീറോയിൽ കൂടെ സിൻസിയർ ലവ് ചെയ്തായിരുന്നു. അതെല്ലാം ഫുൾ വീഡിയോ ദാറ്റ് ഇവൾ നല്ല കുട്ടിയല്ല, ഞാൻ ഇവളെ മാരേജ് കഴിക്കില്ല, എനിക്ക് അവളുടെ മാരേജ് ആയി. അങ്ങനെ ഹീറോയിൻ എടുത്ത് കാറും എടുത്തുണ്ടോ. ഹീറോയിൻ്റെ ഡാഡിക്ക് ടെൻഷനായി. എന്തോ ഇവനിങ്ങനെയല്ലേ ചെയ്തത്, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അത് മാത്രമല്ല അവളെ ജെനിയുടെ ഡാഡി എന്തെല്ലാം ഇല്ലീഗൽ ബിസിനസ് എല്ലാം ഓർന്ന വീഡിയോ ഇങ്ങനെ റിലീസാവാൻ തുടങ്ങി. അത് ആറമ്മക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഹാക്കർ ഫ്രണ്ട്. അത് റിലീസ് ചെയ്ത് അങ്ങനെയായിട്ട് വില്ലനെ ആ പെണ്ണ് ജെന്നിയുടെ ഡാഡിയെ പിടിച്ച് ജയിലോട്ട്, ജെന്നിനെ പിടിച്ച് ജയിലോട്ട്. ജെന്നി നിറയെ കാരണം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജെന്നി മേലെ കേസ് നിറയെ ഉണ്ടായിരുന്നു. അങ്ങനെ ജെന്നി ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു ബോയിനെ ഒന്ന് ടോർച്ചർ ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് അപ്പം സൂസൈഡ് ട്രൈ ചെയ്തിരുന്നു. അങ്ങനെയായിട്ട് ആറമ്മ അവനെ രക്ഷിച്ചായിരുന്നു. അത് നിറയെ കേസ് അങ്ങനെ ജെന്നി മേലെ ഇട്ട്. ഹീറോയ്ക്ക് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഹീറോ ഷോക്കായിരുന്നു. ഞാൻ എവിടെ ഉള്ളത്? ആറാമനെ കാണുമ്പോൾ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. കണ്ടുക്കാതെ പോകാൻ തുടങ്ങി. ആറാമന് കണ്ടക്കയിലായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. ആറാം പിടിച്ച്, നീ എൻ്റെ വൈഫാണ്, ഞാനെന്ത് ചെയ്യാം? അപ്പോൾ എനിക്ക് കൗതലിട്ട് താഴെ എടുക്കണം. ആറമ്മക്ക് ടെൻഷനായി. ആറം പിടിച്ച് ബെഡ് തല്ലി. അങ്ങനെ ആറം മേലെ വന്നു. എന്താടി ഇനി പറഞ്ഞ്? അങ്ങനെ ആറമ്മക്ക് പോയൊക്കെ പറയാൻ തുടങ്ങി, ഞാൻ അർജുൻ മാരേജ് ജയിച്ചത് നിനക്ക് എന്താക്കണം, എന്തിനാ എന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കിളിക്കാൻ തുടങ്ങി. ആറമ്മക്ക് ടെൻഷനായി എടീന്ന്. അങ്ങനെ രണ്ടുപേർന്നായിട്ട് പോയൊക്കെ തള്ളി ഉണ്ടാക്കി. രാവിലെ ഹീറോ എല്ലാം ഓർക്കാണ്. മണിച്ച് ഇവളൊരു ടെൻഷനാക്കി. പിന്നെ നമുക്ക് കോൾ വന്നു. ശരി, എല്ലാം ശരി കഴിഞ്ഞു സർ എന്ന് പറഞ്ഞു. അങ്ങനെ റോസി കുട്ടി ടെൻഷനില്ല. പറഞ്ഞു, ഇപ്പം എന്ത് ചെയ്യാം? ശരി, ഓക്കെ. ഹീറോയിൻ ഈ ഇവിടുന്ന് ഒരു പേപ്പറിൽ എഴുതി ഓഫീസിൽ പോയി. റോസിക്ക് ടെൻഷൻ, അയ്യോ എന്ത് ചെയ്ത് വെച്ച് എന്ത് നടക്കുന്നതെന്ന് അറിയില്ല. സാർ എന്ന് ആറാമിൻ്റെ പുറകിൽ വന്ന് ആറാമിനോട് ചോദിച്ചു. എന്ത് പറ്റി? സാർ, എൻ്റെ ഫ്രണ്ടിക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, റെസ്റ്റ് എടുക്കുക. അങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ആറാം സ്മൈൽ ചെയ്ത് പോയി. റെസ്റ്റ് എടുക്കുക? അതെന്തിനാ റെസ്റ്റ് എടുക്കുന്നത്? ഒരു വേല അതോ അയച്ചെടുക്കുമോ? ഇവള് സമ്മതിക്കില്ല. ഓളോടെ ആറാമല ടെൻഷൻ. ഓരോടെ കോൾ ചെയ്ത അങ്ങനെ ഹീറോയ്ക്ക് കോൾ വന്ന്. ഹീറോയി ഉറങ്ങിയായിരുന്നു. കുറച്ച് ടയർഡായി. ഹീറോയിൻ നോക്കുമ്പോൾ ഡ്രസ്സില്ല. എന്ന് വെച്ചിട്ടുണ്ടാക്കി ഹീറോയ്ക്ക് ഫോൺ വന്നല്ലോ. റോസി കയറിയായിരുന്നു. ഹീറോയിൻ നടന്ന കാര്യം റോസി, ഓഹോ ഇതാണോ റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞത് എന്താ മച്ചിനി പറഞ്ഞ? ഇല്ല, ഞാൻ കേട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡോട്, അതുകൊണ്ട് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞു. അടി എൻ്റെ ഹസ്ബൻഡ് ഒന്നും പറയണ്ട അടി. എന്തടി ഹസ്ബൻഡ്? എന്തായാലും മാരേജ് കഴിഞ്ഞല്ലോ അടി. മച്ചി സത്യപതി റോസി, ഇവനൊക്കെ എങ്ങനെയാണ് ഞാനുള്ള പ്ലേസ് അറിഞ്ഞ? സോറി മച്ചി, ഞാൻ പറഞ്ഞത് എടി റാസ്കൾഡി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞത് ഫ്ലാഷ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ആറമ്മക്ക് എല്ലാം കേൾക്കായിരുന്നു. ആറമ്മ ചിരിക്കായിരുന്നു. ഇവളോയ്ക്ക് പറയായിരുന്നു. അങ്ങനെ ഹീറോയി ഇങ്ങനെ എനിക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ഇങ്ങനെ ഡെലിവറി പെയിൻ വന്നു. കുറേ വർഷം ഇപ്പോൾ ഹീറോയ്ക്ക് ഡെലിവറി പെയിൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആറാമൊക്കെ തെറി പറയുന്നു ഹീറോയി. എല്ലാത്തും കാരണം നീ എന്നിട്ട് അത് പറയാന്നുണ്ടെങ്കിൽ ആറാമിൻ്റെ ഡാഡി മമ്മി കാതലുക്ക് പഞ്ച് വെച്ചിരുന്നു. ആറാമുക്ക് ഡാഡി ഏതാ പറയുന്നത്? അവർ രണ്ടുപേർ കണ്ടുകാതെ ഇല്ലടി എന്ത് പെണ്ണ് കിടാ വെച്ചാ എന്ത് പേരിടാ എന്ന് പറഞ്ഞ അങ്ങനെ പെണ്ണ് കിടാക്ക് ഇത് പേരിടാ, ആണുകിട ഒരു വെളിച്ചെൻ്റെ ആണുകിടാവും ഈ പേരിടാ. അങ്ങനെ അവർ പറയായിരുന്നു, സംസാരിക്കാതിരുന്നു. ആറമ്മ പറയാന്നുണ്ടെങ്കിൽ എന്താണ് നടക്കുന്ന ഡാഡി കിളി എനിക്ക് പറയാറ് എന്ത്. അങ്ങനെ ഹീറോയിൻ്റെ മമ്മിയുടെ ആര് നോക്കുമ്പോൾ അവരും അതേ വിഷയം പറയുന്നു. ആറമ്മ എനിക്ക് മറിയാതെ ഇല്ലല്ലേ. അപ്പോൾ ആറമ്മന്ന് സമ്മതാക്കി റോസി പറഞ്ഞു, സാർ ഇത് വെച്ച സാർ, ഇത് വെച്ച കരിയില്ല സാർ. താങ്ക് യു മാ. നിൻ്റെ ഒരു അക്കരുണ്ടല്ലേ സാർ? അക്കരില്ല സാർ, എനിക്ക് കുറച്ച് പണം എനിക്ക് കുറച്ച് കൂടുതലാക്കി തരും പ്ലീസ് സാർ. എൻ്റെ ഫാമിലി കുറച്ച് കഷ്ടമാണ് സാർ. പണത്ത് അത് മുതൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡല്ലേ പ്ലീസ് സാർ
എന്ന് പറയുന്ന ഹാറം. ഓ ഇതാണോ കാര്യമെന്ന്. അങ്ങനായിട്ട് ഹീറോയി ഇങ്ങനെ ഹീറോയിൻ മയങ്ങി വീണു. അതായത് ഹീറോയ്ക്ക് ക്യൂട്ടായിട്ട് ബോയ് ബേബി തന്നെയാണ് ചെയ്തത്. ഇങ്ങനായിട്ട് ഹാറമ്മയുടെ കയ്യിൽ സിസ്റ്റർ ബേബി കൊടുത്തു. ഹാറമ്മ ഭയങ്കര ഹാപ്പിയാണ്. കണ്ണിൽ തണ്ണി വരാൻ തുടങ്ങി. അത് കേട്ട് എല്ലാവരും വന്ന് നോക്കും. ഓ ബോയ് ബേബിയാ അങ്ങനായിട്ട്. ഇപ്പം ഹീറോയിൻ കണ്ണും മെല്ലെ മെല്ലെ തുറന്ന് ഹാറമ്മ ഹീറോയിൻ്റെ അടുത്തുണ്ടായി. ഹാറമ്മനെ പറഞ്ഞു മൂസൂട്ടപ്പം തിരിച്ചു. ഹാറം പറഞ്ഞു സോറി ഡി പ്ലീസ് ഡി. നടന്ന കാര്യം ഹാറം പറയാൻ തുടങ്ങി. എന്ത് സംഭവിച്ചത് ഞാൻ പറഞ്ഞോളാം. അവരെ കുറച്ച് സംസാരിച്ചതായിട്ട് അവർ സംസാരിച്ചിട്ട് അവർ പോയി. ഹീറോ ഹാറം പറയാൻ തുടങ്ങി എന്ത് സംഭവിച്ചത് കാര്യം മൊത്ത കാര്യം ഡീറ്റെയിൽസ് പറയാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷോക്കായി പോയി. എന്ത് ജെനി സീനിയറാ? അതെ, ഞാൻ ഒരു വേള നിന്നെ അക്സെപ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കാറിയ എനിക്ക് ഒരുപാട് എന്നെ ഇഷ്ടമാണ്. അത് മാത്രമല്ല ഒരു സീനിയർക്ക് എന്നെ വളരെ ഇഷ്ടമുണ്ടായിരുന്നു. അതുമാത്രമല്ല എനിക്ക് തന്നെ പിടിക്കുമോ ഒരുപാട് ആ സീനിയർ എനിക്ക് പ്രപ്പോസ് ചെയ്ത് എന്ത് ചെയ്യാം. അതുമാത്രമല്ല എനിക്ക് ജെന്നിനെ മാരേജിലേക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ജെന്നിയെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് ഫോളോ ചെയ്ത് അറിഞ്ഞിട്ട് മാത്രമോ ജെനി നല്ലപോലെ ഒന്നുമല്ല ആറാം പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല അവൾ ഫുൾ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ എന്നെ മാരേജ് കഴിക്കാൻ പോകുന്നത്. നീ നിന്നിട്ട് എന്നെ വേണ്ടെന്ന് വേറെ ആളെ മാരേജ് കഴിക്കാൻ ആറാം മുറിക്കുന്നു. ആറാമത്തെ ഹീറോയിൻ നടന്ന കാര്യം പറഞ്ഞു. ഓ ഇതാണ് കാര്യം. അവരെ പറഞ്ഞായിരുന്നു മാരേജ് ആയിട്ട് ഡിവോഴ്സ് ചെയ്യാം. എന്ത് മാരേജ് കഴിച്ചിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതാ? അങ്ങനെ ആറാം പറയുന്നു. അതാണ് നടക്കുന്നത് കാര്യം പറഞ്ഞു. സാരില്ല എന്ന് പറഞ്ഞു. ഹീറോയിൻ ഇങ്ങനെ ജോലിയായിട്ട് ഇങ്ങനെ കുറച്ച് ഡേയ്സ് പോയി. ഇപ്പം ബേബി വളർന്നു വലുതായി. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. കുട്ടിക്ക് ഇപ്പോൾ 6 വയസ്സായി. എന്തടാ ഡാഡാ, എന്തടാ പറ്റി? ഡാഡാ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാരാ എന്നാ പറഞ്ഞു. നമുക്ക് ഭയങ്കര ഹാപ്പിയായി. ആൻഡ് ഗുഡ് ബോയ്ഡാ. ഡാഡാ എനിക്ക് സിസ്റ്ററല്ല ബ്രദർ വേണു ഡാഡ് എന്ന് ആറമ്മോട് പറഞ്ഞത്. ആറമ്മ കൺഫ്യൂസായി. എന്താടാ ഇങ്ങനെ പറയണേ? അങ്ങനെ ഹീറോയ്ക്ക് കുറച്ച് ഡേയ്സ് കഴിഞ്ഞു. അങ്ങനെ ഗേൾ ബേബി ഇപ്പോൾ നഞ്ചുൻ ബേബീനെ കെയറിങ് ചെയ്യുന്നു. ഇപ്പോൾ ബോയ് ബേബി അല്ല ഗേൾ ബേബിയാണ് ഇപ്പോൾ 2 കുട്ടികൾ. അങ്ങനെ ആറാം ഭയങ്കര കെയറിങ് ആയി നോക്കാതെ ആറാമിന് ഇപ്പോൾ മോന് കണ്ടിക്കുന്നില്ല. അപ്പോൾ ബേബിൻ്റെ കൂടെ ഇരിക്കുക. ആറാമക്ക് ടെൻഷനായി. ഹാപ്പി